കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിക്കോദെമോസിനോട് അരുൾ ചെയ്തു, വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കോദെമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിലെ പ്രധാനമായും 3 വിശുദ്ധരുടെ തിരുനാൾ അനുസ്മരിക്കുന്നുണ്ട്. വിശുദ്ധ വലേറിയൻ, വിശുദ്ധ തിമോത്തിയോസ്, വിശുദ്ധ മാക്സിമോസ്. 3 പേരുടെയും പേരുകളൊക്കെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ 3 പേരും തമ്മിലുള്ളൊരു വലിയ ബന്ധമുണ്ട്. 3 പേരും കണക്റ്റഡാണ്. എപ്രകാരമാണ് കണക്റ്റഡാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ സിസീലിയായുമായി വിവാഹ നിശ്ചയം ചെയ്തു വച്ചിരുന്ന പയ്യൻ്റെ പേരാണ് വലേറിയൻ. ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു. വലേറിയന് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ സിസിലിയായുടെ പ്രാർത്ഥനയും ജീവിതശൈലിയും പരിശ്രമവും കൊണ്ട് വലേറിയൻ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുകയും ക്രിസ്തുമതം സ്വീകരിക്കുകയും അവരിരുവരും വിശുദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്തു. ഇവർ 2 പേരുടെയും ജീവിതം കണ്ടിട്ട് വലേറിയൻ്റെ സഹോദരനായ തിമോത്തിയോസിന് മാനസാന്തരം ഉണ്ടാകും. അവനും ഈശോയെ സ്വീകരിക്കുന്നു. പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ശക്തമായ മതപീഡനം നടക്കുന്ന സമയത്ത് ഇവരെ വധിക്കാനായി നിയുക്തനായ പടയാളിയുടെ പേരാണ് മാക്സിമോസ്. ഈ മാക്സിമോസ് ഇവരുടെ പ്രാർത്ഥനയും ജീവിത മാതൃകയും കണ്ടിട്ട് അവനും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 വിശുദ്ധന്മാരും തമ്മിൽ അഭേദ്യമായ വലിയ ബന്ധമുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് പ്രാർത്ഥനയും പരിശ്രമവും അതുപോലെ തന്നെ ജീവിത വിശുദ്ധിയും ഒക്കെ നമ്മൾ എന്തുമാത്രം കാത്തു സൂക്ഷിക്കുന്നു, അത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മറ്റുള്ളവർക്കൊരു വലിയ അനുഗ്രഹമായിട്ട് മാറും, ഒരു വലിയ പ്രചോദനമായിട്ട് മാറും. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വായനകളിലും നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. ഒന്നാമത്തെ വായനയിലെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ എപ്രകാരമായിരുന്നു ആദിമസഭയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, എപ്രകാരമാണ് അവരുടെ ക്രൈസ്തവ ജീവിതമെന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട്. എല്ലാവരും വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു മനസ്സുമായിരുന്നു. അവരുടെ ഒരു വലിയ ശ്രേഷ്ഠതയാണ്. അവരെക്കുറിച്ചുള്ള ആദിമസഭയുടെ ആ ഒരു ശൈലി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് വചനത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവർ ഒരു മനസ്സോടെ ജീവിച്ചു, ഒരു ഹൃദയവും ഒരു മനസ്സുമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും ഒറ്റ ഹൃദയവും ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഏക കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവും അവൻ്റെ ഉത്ഥാനത്തിലുള്ള ആ ഒരു വലിയ വിശ്വാസവുമൊക്കെയാണ്. എപ്രകാരമാണോ ക്രിസ്തുവിനെ അനുകരിക്കാൻ പറ്റുക, അപ്രകാരം അവരുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ അനുകരിക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഘോഷണം നടന്നത് അവരുടെ ജീവിതം കൊണ്ടായിരുന്നു. ഒത്തിരിയേറെ വാക്കുകൾ കൊണ്ടുള്ള പ്രഘോഷണങ്ങളെക്കാൾ ഉപരിയായിട്ട് അവരുടെ ജീവിതവും ജീവിത മാതൃകയും ജീവിതശൈലിയും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ ആയിരുന്നു അവരുടെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഒരു അക്രൈസ്തവൻ വായിക്കാൻ പറ്റുന്ന, അവൻ്റെ ജീവിതകാലത്ത് വായിക്കുന്ന ഏക സുവിശേഷം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ സുവിശേഷങ്ങളായിട്ട് മാറണം. ഇത് തന്നെയാണ് ആദിമസഭയുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത്.
ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തുവിൻ്റെ ജീവിതശൈലി, ക്രിസ്തുവിൻ്റെ കരുണയും സ്നേഹവും ഒക്കെ പ്രഘോഷിക്കുവാനായിട്ട്, തൻ്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു അവർക്കുള്ളത് മുഴുവനും എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളൊരു മനസ്സ്. ആദിമസഭയുടെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ ഇതിന് ആനുപാതികമായിട്ടാണോ നമ്മുടെ വിശ്വാസ ജീവിതം പോകുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൻ്റെ വിപരീത ദിശയിലായിരിക്കും. എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീടിനകത്ത് ഉണ്ടാകാൻ വേണ്ടിയൊക്കെ ഞാൻ ഏറെ പരിശ്രമിക്കുകയാണ്. അവിടെ എനിക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോലും മനസ്സ് മടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അത് മാത്രമല്ല, നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സഹായം ആവശ്യമുള്ളവരെ എല്ലാം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരായി കണക്കാക്കാനായിട്ടുള്ള ഒരു മനോഭാവമൊക്കെ നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബിസിനസ് ലോകത്തിലാണ് നമ്മളായിരിക്കുക. അതായത് മറ്റുള്ളവരുടെ കയ്യിലുള്ളത് എങ്ങനെ എൻ്റെ കയ്യിലെത്തിക്കാം എന്ന് ചിന്തിക്കുന്നൊരു മനോഭാവം. അവിടെയൊക്കെ ആദിമസഭ നമുക്ക് തരുന്നൊരു വലിയ ഒരു പ്രചോദനമെന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ, യഥാർത്ഥ സമ്പത്ത് ക്രിസ്തുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുതായിട്ട് ഞാൻ കണക്കാക്കുന്നതിൽ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കും. ആ ഒരു വലിയ പങ്കുവയ്ക്കലിൻ്റെ മനോഭാവം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ വചനത്തിൽ കാണുന്ന കാര്യമാണ്, സ്നേഹമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആ ലക്ഷ്യം. അവർ പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ട് അവർ ക്രിസ്ത്യാനികളാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വചനം തരുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ തുടർച്ചയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. അതുകൊണ്ട് ഈശോ നിക്കോദെമോസിനോട് പറയുന്ന കാര്യം ഇതാണ്, നീ വീണ്ടും ജനിക്കണം. ഇതുപോലെ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നീ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം. അതിന് നിന്നെ സഹായിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനത്തോട് നീ ചേർന്നിരിക്കുക. ഇത് തന്നെയാണ് ക്രിസ്തു പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുതുസൃഷ്ടിയാകാൻ പറ്റുന്ന എപ്പോഴാണ്? നമ്മൾ ആത്മാവിൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനഭാഗം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. നമ്മുടെയൊക്കെ ജീവിതം ഒരു വലിയ സുവിശേഷമായിട്ട് മാറണം. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന, ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകുന്ന ജീവിതങ്ങളും ജീവിതശൈലിയുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്തുകയും ചെയ്യാം. അതിനു വേണ്ട എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.